വീട് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഏതെല്ലാം അകത്തോട്ട് കയറി ചെല്ലാം. കാറോടെ കിടക്കട്ടെ. വാ. അല്ല, ഇതാരൊക്കെയാ? അതിശയായിരിക്കുന്നല്ലോ. ഇങ്ങോട്ട് തന്നെ വന്നതാണല്ലോ അല്ലേ? ഇങ്ങോട്ട് തന്നെയാ, പർപ്പസ്ഫുള്ളി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? അഡ്രസ് കിട്ടിയാ പിന്നെ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. കേറി വാ. വാ, ഇരിക്ക്. അർജുനോട് പ്രത്യേകം പറയണോ? ഇരിക്ക്. എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? അർജുനേട്ടൻ അർജുനേട്ടൻ എന്ന് ഒരാൾ ഈ പേര് പ്രാർത്ഥന പോലെ ഓരോ ദിവസവും ഉച്ചരിക്കുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുള്ളതല്ലേ. സോറി, ഇരിക്ക്. ആ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? ഒന്നും വേണ്ട ആന്റി. അത് പറ്റില്ല. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ. എന്റെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കണം. ഉടനെ എന്തായാലും വേണ്ട. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ലെന്ന് എനിക്കറിയാം. എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശമല്ല, ഒരു ചെറിയ സതുദ്ദേശം അല്ലേ? എന്തായാലും പറഞ്ഞോ. ആന്റി, അമ്മുവിന്റെ കാര്യ. എന്തു പറ്റി അമ്മൂൾക്ക്? അമ്മു ഒത്തിരി കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. തമ്പി സാറ് മരിച്ചതിന് ശേഷം അവളുടെ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ആർക്കും അറിയില്ല. ഞാനും അമ്മയും കൂടി അവളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവിടെ പോയി ഒന്ന് അന്വേഷിക്കണമെന്ന്. സത്യം പറഞ്ഞ അത് പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആരെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കണ്ടേ? അർജുന് പോകാമായിരുന്നില്ലേ? അർജുൻ അവിടെ താമസിച്ച് ജോലി ചെയ്തിരുന്ന ആളല്ലേ. ആ പരിചയമുണ്ടല്ലോ. ഞാൻ പോയതാ, പക്ഷെ അവിടെ ഉള്ളവരെന്നെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ഇറങ്ങിപ്പോടാ എന്നൊരു ലൈന. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഞാൻ ഓഫീസിൽ ചെന്ന് തിരക്കി. അവിടെ ഉള്ളവർക്ക് അമ്മുവിനെ കുറിച്ചൊന്നും അറിയില്ല. തമ്പിയുടെ ആളുകൾ അവളെ ദ്രോഹിക്കോ? അതേ ചെയ്യൂ. തമ്പി സാറിനെ കൊല്ലാൻ അവർ 18 അടവും പയറ്റിയതാ. അതെനിക്കറിയാം. തമ്പി സാറിന്റെ കൊലപാതകത്തിൽ അവർക്കും പങ്കുണ്ടെന്ന എന്റെ ബലമായ സംശയം. അങ്ങനെയാണെങ്കിൽ അത് പോലീസിൽ അറിയിച്ചൂടെ? അമ്മുവിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കില്ലേ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ തെളിവില്ല. അതുകൊണ്ടാണ് ഇതുവരെ ആരെ അറസ്റ്റ് ചെയ്യാത്തത്. നരേന്ദ്രൻ തമ്പിയുടെ പേരിലുള്ള സ്വത്ത് എങ്ങനെയും സ്വന്തമാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. തമ്പി മരിച്ച സ്ഥിതിക്ക് സ്വത്തിന്റെ അവകാശി അമ്മു ആണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത ഏരിയയും അമ്മു തന്നെയായിരിക്കും. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത്ര വലിയ കടുങ്കയൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണോ അവര്? എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ. കുറെ ദിവസമായിട്ട് അമ്മുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിലെ ലാൻഡ് ഫോണും വർക്ക് ചെയ്യുന്നില്ല. കാണാൻ ചെന്നിട്ട് അവർ സമ്മതിക്കുന്നില്ല. എനിക്കൊരു ഭയം, അവളുടെ ജീവൻ അപകടത്തിലാണോന്ന്. പോലീസിൽ പരാതിപ്പെട്ടാലോ? പോലീസിനോട് നമ്മൾ എന്തു പറയും? നമ്മൾ എന്തിനാ അമ്മുവിനെ കാണാൻ പോയി എന്നൊരു ചോദ്യം വന്നാ എന്തുത്തരം പറയും നമ്മൾ? അമ്മുവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിലും പോലീസിന്റെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കണ്ടേ? അതും ശരിയാ. ആന്റിക്കാണെങ്കിൽ ഒരു പഴുതുണ്ട്. സ്വന്തം ആങ്ങളുടെ മോളെ കാണണമെന്ന് പറഞ്ഞ് ചെല്ലാം. ഞാൻ ചെല്ലുമ്പോഴല്ലേ കാമുകിയെ കാണാൻ ചെന്നതാണെന്ന് പറയൂ. ആന്റിയോട് ആടവ് പറ്റില്ലല്ലോ. ഞാൻ പോകാം. നിങ്ങൾ വന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ ഒന്ന് പോകാനിരിക്കായിരുന്നു ഞാൻ. എന്ത് പ്രശ്നം ഉണ്ടായാലും പുറത്തുനിന്ന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആന്റിക്കുണ്ടായിരിക്കും.
ഹസ്ബൻഡാ വേണുഗോപാൽ. യുവമാരൊക്കെ ഏതാടി? ചോദിച്ചത് കേട്ടില്ലേ? ഇത് സുധീഷ്, നീരജയുടെ ഹസ്ബൻഡ്. വേണുവേട്ടൻ അറിയില്ലേ? ആ, എനിക്കൊരു തന്നെ അറിയില്ല. അറിയാൻ വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. യുവമാരൊക്കെ എന്തിനാടി വിളിച്ചു വരുത്തിയിരിക്കുന്നേ? എന്താ പരിപാടി? എന്താന്ന്? ഒന്നും അറിയണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിന്? നിന്റെ സൂക്കേടൊക്കെ എനിക്ക് മനസ്സിലായി. ആളില്ലാത്ത നേരത്ത് ഓരോ ബന്ധുതയും ഒഴിവൊഴിവും പറഞ്ഞ് ഓരോരുത്തന്മാരെയൊക്കെ വിളിച്ചു വരുത്തിക്കോളും. നിങ്ങൾ ഇതൊന്നും കണക്കാക്കണ്ട. സംശയരോഗിയാ, ഇതിന് ചികിത്സയില്ല. സംശയരോഗി നിന്റെ അച്ഛൻ. ആരാടി സംശയരോഗി? ഞാനാണോ? എടി ഞാനാണോന്ന്? അല്ല, ഞാൻ. ഓ, അപ്പൊ നിനക്കറിയാം. നിങ്ങൾ പൊയ്ക്കോ, അല്ലെങ്കിൽ ഇനിയുള്ള ഗോഷ്ടി മുഴുവൻ കാണേണ്ടി വരും. സാരമില്ല, ഇവിടെ ആര് വന്നാലും ഇങ്ങനെയാ. പത്രക്കാരനായാലും പാൽക്കാരനായാലും മീൻകാരനായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും എല്ലാം ഇങ്ങനെ തന്നെയാ. ഞാനിത് എത്ര വർഷമായിട്ട് കേൾക്കുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോടാ, പോ. നിന്റെയൊക്കെ കാര്യം കഴിഞ്ഞല്ലോ. ചെല്ലേ. നിനക്കെന്താടി ഇഷ്ടപ്പെട്ടില്ലേ? വളരെ ഇഷ്ടപ്പെട്ടു. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ആണാണെന്നും പറഞ്ഞു. ഉറക്കം തൂങ്ങുവാണോ? എന്റെ കണ്ണ് തെറ്റി ഉടനെ നീ കള്ളപ്പണി തുടങ്ങുമല്ലേ? ഓ, ഒന്ന് അമർത്തി തുടക്കടി. തുടക്കാൻ വിജിതേ, നീ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? അങ്ങനെ 4 നേരം തിന്ന് ജീവിച്ചാ ശരിയാവത്തില്ലല്ലോ. രാവിലത്തെ ദോശ ബാക്കിയിരിപ്പില്ലേ, അതെടുത്തു കൊടുത്തേക്ക്. പിന്നെ അത്താഴത്തിനൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലല്ലോ. ആ, ഉച്ചയ്ക്ക് വെച്ച് സാമ്പാറും കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. വന്നിരുന്ന് കഴിച്ചോ. ദേ, ഇങ്ങോട്ടിരുന്നോടി. മിച്ചം വരുന്നൊക്കെ പട്ടിക്ക് കൊടുക്കുവോ? കന്നുകാലിയുടെ കാലത്തിലിടുകയൊക്കെയല്ലേ എല്ലാരും ചെയ്യുന്നത്. ആ, നമുക്കിവിടെ നാൽക്കാലികളൊന്നും ഇല്ലാത്തതിന്റെ കുറവങ്ങ് തീർന്നു. ഇങ്ങോട്ട് എനിക്ക് വാടി. അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് എനിക്ക് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നേ. ദേ, ഇതെന്തോന്നാടി ഇത്? വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ദേ, ഇത് നന്നായിട്ട് തുടച്ചിട്ടിട്ട് പോ, എന്നിട്ട് ബാക്കി തിന്നാ മതി. തുടക്കടി, പിടിക്കാൻ. മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നേ ഞാൻ നിന്നെ പഠിപ്പിക്കാടി, കേട്ടോ?
ആണോടി വെച്ചിട്ട് പോണ്ടത്? ഓ, ആദ്യം ഇതെടുത്ത് തൂത്തുവാരി കളഞ്ഞിട്ട് തറ തുടയ്ക്ക്. ഇങ്ങോട്ട് വന്ന് എടുക്കാനാ പറഞ്ഞത്. നമ്മൾ കൊടുക്കാഞ്ഞിട്ടാണോ? തിന്നാൻ യോഗമില്ലാത്തത് ആരുടെ കുറ്റവാ? അതെ, ഈ മേൽ സേഫും അലമാരയും മുഴുവനും പൂപ്പല. അതുകൂടെ അങ്ങോട്ട് തുടച്ചിട്ടേ. നല്ല വൃത്തിയായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരുമ്പോഴേ മുമ്പത്തെ ബാക്കി കൂടെ തരും. ആ വാമ്മേ. കേറി പോടിയകത്ത്. നീ വല്ലതും കഴിച്ചോ? അത് സാരമില്ല. കഴുതയെ പോലെ പണിയെടുപ്പിച്ചിട്ട് മോളെ അവര് പട്ടിണിക്കിടുവോന്നായിരുന്നു എന്റെ പേടി. എന്താ ഇത്?
വാ മോളെ, ദാ ചില്ലറ ഉണ്ടെങ്കിൽ താ ചേച്ചി. എത്രയാ? 40. ദാ ആ വാ. ആരെ കാണാന്? നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യ. നിങ്ങളാരാ? ബന്ധുവാ. അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ ആങ്ങളയുടെ മോളെ കാണണമെങ്കിൽ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണോ? ഇവിടെ അങ്ങനെയൊക്കെയാ. അനുവാദം ഇല്ലാതെ അവളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ മോളെ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലെന്ന്. എന്താടോ പോയാല്? ഇതെന്താ പ്രധാനമന്ത്രിയുടെ വസതിയാണോ? അനുവാദമില്ലാതെ ആരെയും കടത്തിവിടരുന്ന എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയെന്നേ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇയാൾ അങ്ങോട്ട് മാറി നിൽക്ക്. അവിടെ നിൽക്കേ. എന്റെ ഡ്യൂട്ടിയാ ഞാൻ ചെയ്യുന്നത്. ആണോ? എന്നാ എന്റെ ഡ്യൂട്ടി ഞാനും ചെയ്യാം. മാറി നിൽക്കടോ, ഇല്ലെങ്കിൽ തന്റെ ചെകിട്ടത്ത് വീഴും ഇത്. നീ വാ മോളെ. ആരാ തടയുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. സെക്യൂരിറ്റി. ഞാൻ കുറെ സെക്യൂരിറ്റിയെ കണ്ടിട്ടുള്ളതാ. എനിക്കറിയാം ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന്. അയ്യോ, അവിടെ നിൽക്കേ. എന്റെ കഞ്ഞി പാറ്റയിടല്ലേ പെങ്ങളെ. ആരാ? എന്തു വേണം? ഞാൻ അമലയുടെ ആന്റിയാ. വിജയകൃഷ്ണന്റെ പെങ്ങൾ. എനിക്ക് അമ്മൂനെ ഒന്ന് കാണണം. തൽക്കാലം അമ്മൂനെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാതിരിക്കാൻ അവളെന്താ അശരീരിയാണോ അതോ മായയോ? മായയും മന്ത്രമൊന്നുമല്ല. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. ആരാ ചേട്ടാ? ആ, ഏതോ ഒരുത്തി അമ്മൂനെ കാണണമെന്ന്. അവളെന്താ പ്രദർശന വസ്തുവാണോ വഴിയെ പോകുന്നവർക്കൊക്കെ വന്ന് കാണാൻ? ചുമ്മാ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. ഞങ്ങൾക്ക് ഇവിടെ വേറെ പണിയുണ്ട്. അമ്മൂനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്റെ സ്വന്തം ആങ്ങളയുടെ മകളാ അവള്. എന്നെ വിലക്കാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. ഇവളെ പിടിച്ച് പുറത്താക്കാൻ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞേവാ. അല്ല, അവന്റെ സമ്മതമില്ലാതെ ഇവളെങ്ങനെ ഗേറ്റിന് ഇപ്പുറം കടന്നു? ഇവിടെ വാടോ. ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? തന്നോട് പറഞ്ഞിട്ടില്ലേ അന്യരെ ആരെയും അനുവാദമില്ലാതെ ഇങ്ങോട്ട് കയറ്റിവിടരുതെന്ന്? സാറേ, ഞാൻ തടഞ്ഞതാ. ചെരിപ്പൂരി എന്നെ അടിക്കാൻ വന്നു. ഓഹോ, അപ്പൊ രണ്ടും കളിപ്പിച്ചു തന്നെയാ. എന്നാ പിന്നെ നീ ചെരിപ്പൂരി അടിക്കടി. ആദ്യം അത് നടക്കട്ടെ. ഒറ്റ ചോദ്യമുള്ളൂ എനിക്ക്. അമ്മൂനെ കാണാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്ന് എന്നോട് പച്ച മലയാളത്തിലല്ലേടി പറഞ്ഞത്? എങ്കിൽ നോക്കിക്കോ താൻ. 24 മണിക്കൂറിനകം നിങ്ങളുടെയൊക്കെ കൺമുന്നിലൂടെ ഞാൻ കയറി ചെന്ന് അമ്മൂനെ കാണും. നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ അപ്പൊ തടയേ. നീ പുറത്തു പോടി. ഞാഞ്ഞൂലിന്റെ അത്രേ ഉള്ളൂ, എന്നിട്ട് പേടിപ്പിക്കുന്നു.